أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمنهم شقي وسعيد. فأما الذين شقوا ففي النار لهم فيها زفير وشهيق خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد. وأما الذين سعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ ചില ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഫമിൻഹും ശഖിയ്യുൻ വസഈദ്, ഭാഗ്യവാന്മാരുണ്ട്, ദൗർഭാഗ്യവാന്മാരുണ്ട്, നിർഭാഗ്യം ഉള്ള ആളുകളുമുണ്ട്. എന്നാൽ ഫഅമ്മല്ലദീന ശഖൂ ഫഫിന്നാർ, നിർഭാഗ്യവാന്മാരാകുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തും അത് ലഭിക്കാത്തവർ മറ്റൊരു ഭാഗത്തുമാണ്. ഇവിടെ നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ ഫഫിന്നാരി, അവർ നരകത്തിലാണ്. ലഹും ഫീഹാ സഫീറുൻ വശഹീഖ്, ആ നരകത്തിൽ ഒരു നെടുവീർപ്പ് കേൾക്കാം, ഒരു തേങ്ങൽ കേൾക്കാം. ഇതാണ് നരകത്തിന്റെ സ്ഥിതി. ഖാലിദീന ഫീഹാ മാദാമത്തി സമാവാതു വൽ അർള്, ആകാശഭൂമികൾ എത്ര കാലം ഉണ്ടാവുമോ അത്രയും കാലം ഇത് അനുഭവിക്കേണ്ടി വരും. ഇല്ലാ മാ ഷാ റബ്ബുക്, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെ. കാരണം ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ നാഥൻ, ഫഅാലുൻ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ്. അതാണ് ഒരു ടീം. മറ്റൊരു ടീം അമ്മല്ലദീന സുഈദു, ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ, അവർ ഫഫിൽ ജന്നത്തി, ജന്നത്തിലാണ്. അവിടെ ഖാലിദീന ഫീഹാ മാദാമത്തി സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അവർ അവിടെ ശാശ്വത വാസികളായി അവിടെ ജീവിക്കും. ഇല്ലാ മാ ഷാ റബ്ബു, നിന്റെ റബ്ബ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ അവിടെ നടക്കൂ. അത്വാഅൻ ഗൈറ മജ്ദൂദ്, അത് ഒരിക്കലും നിലച്ചു പോകാത്ത ഒരു ദാനമായ നിലയിൽ അതിങ്ങനെ നിലനിന്നുകൊണ്ട് അവർ ആ സ്വർഗത്തിലെ അനുഭൂതികളിലൂടെ അതനുഭവിച്ചുകൊണ്ട് അവർ അവിടെ ജീവിക്കും എന്നതാണ് ഈ ആയത്തിൻ്റെ, ഞാൻ ഓതി വെച്ച ഈ രണ്ടായത്തുകളുടെ അർത്ഥം. ഇവിടെ രണ്ടു വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. വിജയിക്കുക എന്നത്, അല്ലെങ്കിൽ വിജയം, ഈ ഒരു പദം എല്ലാവർക്കും സുപരിചിതമായ ഒരു പദമാണ് വിജയം. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം രംഗത്തുള്ള വിജയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഏതെല്ലാം വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്.
ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ വിജയം എന്ന് കേൾക്കുമ്പോൾ അത് പരിചയമില്ലാത്ത ഒരു പദമൊന്നുമല്ല. വ്യത്യസ്ത മേഖലകളിൽ വിജയിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല അവരെ നമ്മൾ അനുമോദിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ ആദരവ് നൽകാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അറിയേണ്ടത്, വിശിഷ്യ വിശ്വാസികൾ അറിയേണ്ടത്, ഈ ലോകത്തെ വിജയം എന്ന് പറയുന്നത് അത് നൈമിഷികമാണ്. അതെപ്പോഴും നീങ്ങിപ്പോകുന്ന വിജയം മാത്രമാണ്, കാലാകാലവും നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് വിശ്വാസികൾ അറിയേണ്ടതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആദരവുകളും ഇവിടെ നമ്മൾ നൽകുന്ന അനുമോദനങ്ങളും ഒക്കെ അതെത്ര വലുതാണെങ്കിലും അതെത്ര ചെറുതാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ നമ്മളോട് അത് മറന്നു പോവുകയും ചെയ്യും. അതൊരു സ്വാഭാവികമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം അന്തിമമായിരിക്കണം. അവർ വിജയിക്കേണ്ടത് എന്നെന്നും നിലനിൽക്കുന്ന ലോകത്തേക്കുള്ള ഒരു വിജയമാകണം. നമ്മൾ വിജയിക്കേണ്ടത് മരണസമയത്തുള്ള വിജയമാണ്. നമ്മൾ വിജയിക്കേണ്ടത് ഖബർ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം. അവിടെ നമ്മൾക്ക് വിജയം ലഭിക്കണം. മലക്കുകളുടെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഖബറിലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയണം. അതിനുമപ്പുറം നമ്മൾക്ക് വിജയിക്കേണ്ടത് സിറാത്തിലും മഹ്ശറിലുമാണ്. ഇതാണ് അടിസ്ഥാനപരമായി ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. വിജയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിജയിക്കേണ്ടത് ഏതെല്ലാം രംഗത്താണ്, ഏതെല്ലാം മേഖലകളിലൂടെയാണ് നമ്മൾ ആ വിജയശ്രീലാളിതനായി പോകേണ്ടത് എന്നതിനെ കുറിച്ച് എപ്പോഴും ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. കാരണം ദുനിയാവിൽ നിന്ന് ജീവിച്ച് ഈ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് വിജയം, ആത്യന്തികമായ വിജയം വരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. അപ്പോ ഇത്തിരിയൊക്കെ കഷ്ടപ്പെട്ടാലും ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഭൗതികമായ ഈ വിജയത്തിനപ്പുറം പാരത്രികമായ ഒരു ജീവിതം, അതിനപ്പുറം എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതം വരാനുണ്ട്. അവിടെയാണ് ഞാൻ വിജയിക്കേണ്ടത്. അവിടെ എനിക്ക് 1-ാം റാങ്കിലെത്തണം എന്ന ഒരു ചിന്തയാണ് ഏതൊരു വിശ്വാസിയെയും നയിക്കേണ്ടത്. എന്നെന്നും വിജയിയായിത്തീരുന്നവരുടെ ലക്ഷണങ്ങൾ എന്താണ് എന്ന്, എങ്ങനെയുള്ളവരാണ് ആ വിജയം വരിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആരാണ് വിജയി? വലം കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവരാണ്. അവന്റെ ഗ്രന്ഥം, എല്ലാവർക്കും ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥം ലഭിക്കാത്തവർ, ഏടുകൾ കൈപ്പറ്റാത്തവരായി ഒരാളും അവശേഷിക്കുകയില്ല. എല്ലാവരുടെയും റെക്കോർഡ് വളരെ കൃത്യമായി സൂക്ഷിപ്പുകാർ അത് വളരെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വലം കയ്യിലാണ് ലഭിക്കുന്നതെങ്കിൽ ഒരാളുടെ ഗ്രന്ഥം അവന്റെ വലം കയ്യിൽ കിട്ടുന്നു. ആ സമയത്ത് അവൻ പറയും, എല്ലാവരും വേഗം കടന്നു വരുവോ. സന്തോഷം കൊണ്ട് അവൻ വിളിച്ചു പറയുകയാ, ഈ ഗ്രന്ഥം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ചില ഫോട്ടോ കാണുമ്പോൾ, ചില വിവരങ്ങൾ നമ്മുടെ ഫോണിൽ നമ്മെ സംബന്ധിച്ച് ചില വിവരങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, ഈ സന്തോഷം പരസ്പരം പങ്കുവെക്കാൻ നമ്മൾ എന്തുമാത്രം താല്പര്യം കാണിക്കാറുണ്ട്. അതിനൊക്കെ എത്രയോ ഇരട്ടിയല്ലേ നാളെ പരലോകത്ത് വലം കയ്യിൽ ഗ്രന്ഥം ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദകരമായ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഖുർആൻ അങ്ങനെ തന്നെയാണ് എടുത്തു പറയുന്നത്. എല്ലാവരെയും നമ്മൾ വിളിക്കുമത്രേ, എന്നിട്ട് പറയും, കിതാബിയ, ഈ ഗ്രന്ഥം, എൻ്റെ ഈ ബുക്ക് അതൊന്ന് വായിച്ചു നോക്കൂ. നിന്നി, തീർച്ചയായും ഞാൻ ദുനിയാവിൽ ജീവിച്ചപ്പോ, ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടിയ കാലം അത്രയും ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ഇതുപോലെ ഒന്ന് എനിക്ക് കിട്ടും. ഞാൻ ഒരു വിചാരണയെ എന്തായാലും ഞാൻ അഭിമുഖീകരിക്കും.
നാളെ പരലോകത്ത് ഞാൻ വിചാരണ ചെയ്യപ്പെടും എന്ന് വിചാരിച്ചിരുന്നു ഞാൻ എന്ന് ആരാ പറയാ? വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവരാണ്. അവരത് തീർച്ചയായും പറയും. അവനോ സന്തോഷകരമായ തൃപ്തികരമായ ഒരു ജീവിതമാണ് അത്തരത്തിലുള്ള ആളുകൾക്കുണ്ടാവുക. ഉന്നതമായ സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലാണ് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുക. അവർ ഇഷ്ടപ്പെടുന്ന പഴങ്ങൾ പറിച്ചു തിന്നാൻ അവരിലേക്ക് ആ ഫലവർഗ്ഗങ്ങൾ അങ്ങ് അടുത്തടുത്തടുത്ത് വരുന്നതാണ്. എന്നിട്ട് അവരോട് പറയപ്പെടും, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഇതാ വളരെ സന്തോഷത്തോടു കൂടി വളരെ ആനന്ദകരമായി നിങ്ങളിത് ഇവിടെ വെച്ച് നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ. ഇതൊക്കെയും മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് എന്നവരോട് പറയപ്പെടും. അറിയണം, നമ്മൾ നാളെ അനുഭവിക്കേണ്ടവരാണ്. നമ്മൾ വലം കയ്യിൽ ഗ്രന്ഥം കിട്ടുകയും അവിടെ വെച്ച് സന്തോഷപുളകിതരായി നമ്മൾ സ്വയം വിളിച്ചു പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടു നോക്കൂ. എന്തൊരു സന്തോഷകരമായ ഒരവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ ഒരു മറുപക്ഷമുണ്ടല്ലോ. ഇടത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്നവൻ അവനും വിളിച്ചു പറയും. അവൻ പറയുന്നത് എന്താ? യാ ലൈതനീ ലം ഊത കിതാബിയാ, എനിക്ക് ഈ ഗ്രന്ഥം എന്തിനാണ് കിട്ടിയത്? ഇതെനിക്ക് ആവശ്യമില്ലായിരുന്നു. എൻ്റെ നാശമേ, ഈ ഗ്രന്ഥം എനിക്ക് ആവശ്യമില്ലായിരുന്നു. വലം മദിരിമാ ഹിസാബിയ, ഇതുപോലെ ഒരു ഹിസാബ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, എൻ്റെ തീരുമാനം അത് നേരത്തെ നടന്നിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങ് മരിച്ചുപോയെങ്കിൽ എന്ന്. മരണമാണ് എനിക്കുത്തമം, എനിക്ക് ജീവൻ ആവശ്യമില്ല. ആ ഒരു വിധിയെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാ അഗ്ന അന്നി മാലിയ, ഈ രാജ്യം വിലക്ക് വാങ്ങാൻ മാത്രം എൻ്റെ അടുത്ത് സമ്പത്തുണ്ടായിരുന്നു. എല്ലാവരെയും അടക്കി ഭരിക്കാൻ മാത്രം എനിക്ക് സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. ഖുർആൻ പറയുന്നു, അവൻ പറയുകയാണ്, മാ അഗ്ന അന്നി മാലിയ, എൻ്റെ ഈ ബാങ്ക് ബാലൻസ് അതെനിക്ക് ഉപകാരം ചെയ്തില്ല. മാത്രമല്ല ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം, എനിക്ക് കിട്ടിയിട്ടുള്ളതെല്ലാം അതൊക്കെ നശിച്ച് തരിപ്പണമായി പോയി. അതെല്ലാം എന്നെ നശിപ്പിച്ചു കളഞ്ഞു. അതൊന്നും എനിക്കൊരു ഉപകാരവും ചെയ്തില്ല എന്ന് നാളെ പരലോകത്ത് വെച്ച് പറയുന്ന ഒരവസ്ഥ. ഈ രണ്ട് രൂപത്തിലുള്ള അവസ്ഥയും നാം വിലയിരുത്തണം. ഏതൊരു വിശ്വാസിയും ഇതിനെ രണ്ടിനെയും കാൽക്കുലേറ്റ് ചെയ്ത് അത് വിലയിരുത്തി ഈ രണ്ട് സംസാരവും നമ്മൾ അതിനെങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്? ഞാനും നിങ്ങളും തീർച്ചയായും അനുഭവിക്കാതിരിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു അനുഭവം ഇതിൽ രണ്ടിലൊന്ന്, ഒന്നുകിൽ വലത്തെ കയ്യിൽ അതല്ലെങ്കിൽ ഇടത്തെ കയ്യിൽ, ഇത് എന്തായിരുന്നാലും സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ സാക്ഷിയാണ്, നിങ്ങൾ സാക്ഷിയാണ്. അല്ലാഹ് നമ്മെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ കാര്യം നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമ്മൾ എന്തു മറുപടി പറയും? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ആരാകണം? നിങ്ങൾ ആരാകണം? നമ്മൾ ആരാകണം? നമ്മൾ എങ്ങനെയുള്ളവരാകണം? ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു, ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നമ്മൾക്ക് പ്രവേശിക്കേണ്ടി വന്നാൽ ആ നരകത്തിൽ നിന്ന് മോക്ഷം കിട്ടുകയും അതിനുശേഷം വഉദ്ഖിലൽ ജന്ന, സ്വർഗപ്രവേശം ഉണ്ടാവുകയും ചെയ്യണം എങ്കിൽ ഫഖദ് ഫാസ, അവനാണ് വിജയിച്ചവൻ. അവിടെ വിജയം വരിക്കാൻ അവന് സാധിക്കും. ചില ചില്ലറകളൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് സ്വർഗപ്രവേശം കിട്ടിയാൽ അതല്ലേ നമ്മൾക്കേറെ സന്തോഷമുണ്ടാകുന്ന അവസ്ഥ. ഇത് നേടിയെടുക്കാൻ, ഈ ഒരവസ്ഥ, ഒരു വിജയിയാകാൻ എന്തുണ്ട് മാർഗം? നമ്മൾ അറിയണം. എന്താണ് നാളെ പരലോകത്ത് ഒരു വിജയിയായി മാറാൻ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനുള്ള മാർഗങ്ങൾ എന്താണ്? ഒന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അൽ ഈമാനും ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന
ഏറ്റവും മർമ്മപ്രധാനമായ അടിസ്ഥാനപരമായ വിശ്വാസം. ഇന്നൽ ഈമാന, ഈമാൻ എന്ന് പറയുന്നത് കേവലം വാക്കുകൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട്, നമ്മുടെ ബദായികൾക്ക് അതീതമാണ് എന്ന് നമ്മൾ അറിയണം. ഈമാൻ ഹുവ തസ്ദീഖും ബിൽ ഖൽബ്, അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം. നമ്മുടെ കൽബ് കൊണ്ടത്, ഹൃദയം അത് സത്യപ്പെടുത്തിക്കൊണ്ട്, വൽ ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം, വൽ അമലും ബിൽ അർക്കാൻ, അതിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും നമ്മളെ രൂപപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് തസ്ദീഖും ബിൽ ഖൽബ് എന്ന് പറയുന്നത്. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ സത്യപ്പെടുത്തുന്നതിനനുസരിച്ച് നമ്മളിൽ നിന്നത് നിർഗളിച്ചു വരണം, പുറത്തേക്ക് വരണം. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകണം. അതൊരു ഈമാനികമായ പ്രവർത്തനമാണ് അവനിൽ നിന്നുണ്ടാകുന്നത് എന്ന് തോന്നണം. നമ്മൾ നമ്മെക്കുറിച്ച് സ്വയം നമ്മളൊന്ന് വിലയിരുത്തൂ. എന്നെ കണ്ടിട്ട്, എൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ദീന് മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരാള് ഈ ലോകത്തുണ്ടോ? നമ്മൾ അറിയണം. നമ്മൾക്ക് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ദീന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ വിജയിച്ചു, നമ്മൾ സ്വർഗത്തിലാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഈമാൻ, അത് തീർച്ചയായും കേവല വർത്തമാനങ്ങൾക്കപ്പുറത്ത് ആ ഈമാനിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംസാരങ്ങളും ഈമാനനുസരിച്ചുള്ള അമൽ സ്വാലിഹാത്തുകളും, ഇതാണ് സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതി എന്ന് നാം മനസ്സിലാക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന, തീർച്ചയായും ഈമാൻ എന്ന് പറയുന്നത് ലയഖ്ലുഖു ഫീ ജൗഫി അഹദുക്കും, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അതിന് തുരുമ്പുണ്ടാക്കി കളയും. ഈമാനിനെ വേണ്ട വിധത്തില് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് തുരുമ്പായി മാറും. കമാ യഖ്ലുഖു സൗ, നമ്മുടെ വസ്ത്രം നുരുമ്പിപ്പോകുന്നില്ലേ, അതുപോലെ തന്നെ പലതും തുരുമ്പടിച്ച് നശിച്ചു പോകുന്നില്ലേ, അതുപോലെ നമ്മുടെ കൽബ് അത് നുരുമ്പിപ്പോകും. ഈമാൻ, സ്ഫുടം ചെയ്ത ഈമാൻ, ക്ലിയറായ ഈമാനികമായ കറുത്ത് ഇരുണ്ട് കിടക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ അത് പ്രകാശപൂരിതമാക്കിയിട്ടില്ലെങ്കിൽ, അങ്ങനെ നുരുമ്പിച്ചു പോയ, തുരുമ്പ് പിടിച്ച ഹൃദയമാണോ നമ്മൾക്കുള്ളത്? നമ്മൾ അറിയണം. അതുകൊണ്ട് അത് തുരുമ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഹൃദയം പ്രകാശപൂരിതമാകാൻ എന്ത് ചെയ്യണം? പ്രവാചകൻ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനല്ലാതെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരാൾക്കും നമ്മുടെ ഹൃദയത്തെ വെളുപ്പിക്കാൻ കഴിയില്ല, നമ്മുടെ ഹൃദയത്തെ പ്രശോഭിതമാക്കാൻ കഴിയില്ല. അല്ലാഹു മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഫസ്അലുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. അൻയുജദ്ദിദൽ ഈമാൻ, അൻയുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തില് ഈമാൻ അതിങ്ങനെ പുതുതായി അതിങ്ങനെ എപ്പോഴും നവീകരണ പ്രക്രിയകളിലൂടെ അതിങ്ങനെ നിലനിൽക്കണം. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുക, ഈമാൻ കുറയുക, ഇത് രണ്ടും നമ്മളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈമാൻ കൂടാം, ഈമാൻ കുറയാം. അത് കുറയാതെ ഒരു മിഡിൽ, വളരെ കൃത്യമായ ഒരു നിലവാരത്തിൽ അത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥന, അല്ലാഹുവേ നവ്വിർ ഖുലൂബന ബിൽ ഈമാൻ, റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ, ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ റബ്ബേ. അതിന് ഒന്നാമതായി ചെയ്യേണ്ടത് നേരായ പ്രവർത്തനങ്ങൾ, വളച്ചുകെട്ടില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ
അമലുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. 2, നല്ലതിൻ്റെ കൂടെ നിൽക്കുക, നല്ലത് പിൻപറ്റുകയും നല്ലതിൻ്റെ കൂടെ നിൽക്കുകയും. അല്ലാതെ ചിലപ്പോഴുണ്ട് നമ്മളൊരു കൂട്ടം കൂടൽ അല്ലെങ്കിൽ കൂടെ കൂടുന്ന ആളുകളായി നമ്മൾ മാറരുത്. നമ്മൾക്കൊരു വ്യക്തിത്വമുണ്ട്, നമ്മൾക്കൊരു ഇസ്സത്തുണ്ട്. അതാണ് മുസ്ലിം. ആ ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ ആളുകളെ കൂടലല്ല. ഇസ്സത്ത് ഏതൊരു മുസ്ലിമും ഏത് കൂട്ടത്തിൽ കൂടിയാലും അവനുണ്ടാവേണ്ട ഒരു ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് കളഞ്ഞു കുളിച്ച് ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. അപ്പോ അവൻ 1, 2, 3 വട്ടം കൃത്യമായി ആലോചിക്കണം. ഞാൻ അതിന് പോകണോ, ഞാൻ അതിൽ ഇടപെടണോ, ഞാൻ ആ പ്രവർത്തനം ചെയ്യണോ, ഞാൻ അവന്റെ കൂടെ നിൽക്കണോ? ഇത് നമ്മൾ ആലോചിക്കണം. എത്ര വലിയ ഫ്രണ്ടാണെങ്കിലും എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് വേണ്ടി മാത്രമേ നമ്മൾ മുന്നിൽ നിൽക്കാവൂ. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നല്ലത് പിൻപറ്റണം, നല്ലതിൻ്റെ കൂടെ നിൽക്കണം. 3, പാപങ്ങൾ വെടിയണം. പരമാവധി പാപങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാനും, പാപമാണോ മനസ്സിലാക്കി അതിൽ നിന്ന് പരിപൂർണമായി മുക്തി നേടി അള്ളാഹുവിനോട് തൗബ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. സത്യസന്ധത അത് ജീവിതത്തിൽ ഒരു വിശ്വാസി, പ്രത്യേകിച്ച് ഒരു മുഅ്മിൻ, അവൻ നിലനിർത്തേണ്ട സംഗതിയാണ് സത്യസന്ധത എന്ന് പറയുന്നത്. സത്യസന്ധത അവനെ അളക്കുന്ന അളവുകോലാണ്. അത് നിലനിർത്തിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ഇത്തരം സംഗതികളിലൂടെ, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ നിലനിർത്തുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിൽ ഉണ്ടാകും. അള്ളാഹു നമ്മെ ആദരിക്കും. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. നിങ്ങൾ എന്നിലേക്ക് വരൂ, ഞാൻ നിങ്ങളെ ചേർത്തു പിടിക്കാം. ഇത് അള്ളാഹുവിൻ്റെ ഭാഷ്യമാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏതൊരു വിശ്വാസിയും അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. സ്വന്തമല്ല, അവൻ്റെ വീട്ടിൽ, അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ മക്കളിൽ, അവൻ്റെ അയൽപ്പക്കത്ത് എന്നെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല. എന്നെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് തൊട്ടടുത്തുള്ളവനാണ്. അയൽവാസിക്കാണ് അവിടെ 1ാമത്തെ സ്ഥാനം. അയൽവാസിയോടാണ് നമ്മൾ കാര്യം ചോദിക്കേണ്ടത്. അയാൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ അപകടകരമായ ഒരവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയതാ നരകത്തിലെ സ്ഥിതി എന്താണ് എന്ന് നമ്മെ കൃത്യമായി പഠിപ്പിച്ചതും അത് തന്നെയാ. ആ നിലക്ക് ഒരു കാരക്കച്ചൊളയുടെ ചീന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നന്മ ചെയ്തിട്ടാണെങ്കിലും കൂട്ടരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആരായണം, നിങ്ങൾ ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചത് അതുകൊണ്ടാ. അങ്ങനെ നരകവിമോചനം സാധ്യമാകുന്ന പ്രവർത്തനങ്ങളും അമൽ സ്വാലിഹാത്തുകളും ചെയ്ത് ജീവിതം ക്രമപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് നവംബർ മാസം 29. ഇന്ന് ഒരു പ്രത്യേകത, അന്താരാഷ്ട്ര ഫലസ്തീൻ സോളിഡാരിറ്റി ഡേ, ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം UN പ്രഖ്യാപിച്ച ഒരു ദിവസമാണ് ഇന്ന്, നവംബർ 29. നമുക്കറിയാം 1948 മുതൽ രാജ്യത്ത് വിഭജനമുണ്ടാവുകയും ഇസ്രായേൽ
എന്ന് പറയുന്ന ഒരു രാജ്യം നിലവിൽ വരികയും ചെയ്ത ആ കാലം മുതൽ ഫലസ്തീനുകൾ അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളും അവിടെ ഫലസ്തീനുകൾക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരമേധങ്ങളും ഈ ഒരു വർഷം കൊണ്ട് മാത്രം 50,000, അതൊക്കെ ഒരു ചെറിയ കണക്ക് മാത്രമാണ്. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം ആളുകൾ മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരവസ്ഥ നമുക്കറിയാം. ഫലസ്തീനിലെ, ഗസയിലെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരാളുടെയും മനസ്സ് നൊമ്പരപ്പെടാതിരിക്കില്ല എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നതൊരു യുദ്ധമല്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഉന്മൂലനാശമാണ്. ഒരു രാജ്യത്തെ, ആ രാജ്യത്ത് അധിവസിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഉന്മൂലനാശം വരുത്തുക എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത്. ചെറുത്തുനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, ധർമ്മസമരമാണ് ഫലസ്തീനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളെ എല്ലാ രാജ്യത്തും ഇതുപോലെ വേട്ടയാടപ്പെടുന്നു എന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ, ഈ ഒരാഴ്ചയിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. സാംബാലിൽ നടന്ന സംഭവങ്ങൾ, 5 പേരാണ് ഇന്ത്യയിൽ സാംബാലിൽ കൊല ചെയ്യപ്പെട്ടത്, വെടിവെപ്പ് നടത്തിയിട്ട് മരണത്തിന് വിധേയമായത്, പള്ളികൾ തകർക്കപ്പെട്ടു. ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ ജീവിക്കുന്ന, അധിവസിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ അറിയണം. ഞാനിപ്പോൾ ഈ ഒരു സംസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ഒട്ടും ആശ്വാസകരമല്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം, അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇന്ന് 9 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. എവിടെയാണ് സമാധാനമുള്ളത്? എവിടെയാണ് സമാധാനമുള്ളത്? ഇന്ത്യയിൽ ഇങ്ങനെയാണ്, തുടർന്നുള്ള തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ മറ്റൊരു രൂപത്തിലാണ്, മറ്റുള്ള രാജ്യങ്ങളിൽ വേറെ, ഇവിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂനപക്ഷ പീഡനം, ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന അതിക്രമകരമായ പ്രവർത്തനങ്ങൾ. ഇസ്ലാം ഈ വിഷയത്തിൽ ഇത്ര കൃത്യമായ ഒരു നിലപാട് ഇസ്ലാമിനുണ്ട്. അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ഒരു കാരണവശാലും ഇസ്ലാം ഈ വിഷയത്തെ അംഗീകരിക്കുന്നില്ല. ഏതു തരത്തിൽ, ഏതു വിഭാഗം, ന്യൂനപക്ഷം ഏത് ജാതിയാവട്ടെ, ഏതു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ബംഗ്ലാദേശിൽ ചിന്നസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ന്യൂനപക്ഷമാണ് ഇപ്പം വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു വാർത്തകളിലൂടെ. ഞാൻ പറയുന്നത്, ഇസ്ലാം എല്ലാവരെയും നേരെ കണ്ടുകൊണ്ട് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുള്ള, എക്കാലത്തും നിലപാട് പറഞ്ഞിട്ടുള്ള ഒരു മതം എന്ന നിലയിൽ ഇവിടെ അൽ അസബിയ, പക്ഷപാതിത്വം, വർഗീയത എന്ന് പറയുന്നത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം. പക്ഷേ മുസ്ലിംകൾ ഏത് കാലഘട്ടങ്ങളിലും മുസ്ലിംകൾ വർഗീയതകളിലേക്ക് നയിക്കപ്പെടുകയാണ്. മുസ്ലിംകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിസ്റ്റുകൾ എന്ന പറഞ്ഞുകൊണ്ട് നമ്മെ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെതിരിൽ, മുസ്ലിംകൾക്കെതിരിൽ, പള്ളികൾക്കെതിരിൽ എന്നുവേണ്ട ഇസ്ലാമിക സംസ്കാരം വെച്ചു പുലർത്തുന്ന എല്ലാ മേഖലകളിലും അതിശക്തമായ ഇടപെടലുകളാണ് മറ്റുള്ള വിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാം പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല വർഗീയത വെച്ചു പുലർത്തുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, വർഗീയതയുമായി ഇടപെടുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന കൃത്യമായ നിലപാട് ഇസ്ലാമിനുണ്ട്.
നമ്മൾ അറിയേണ്ടത് നമ്മൾ കേരളത്തിൽ ഈ കൊച്ചു സംസ്ഥാനത്ത് സുരക്ഷിതരാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു തെറ്റ്. നമ്മളും വളരെയധികം പ്രയാസപ്പെടേണ്ട സമയങ്ങൾ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. സുരക്ഷിതരാണ് എന്ന് പറയുന്നിടത്തൊന്നും സുരക്ഷിതത്വമില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ സംബാലിൽ ഇത്രമാത്രം ഭീകര താണ്ഡവമാടിയിട്ട് ഇന്ത്യ ഇപ്പം പറഞ്ഞത് ബംഗ്ലാദേശിനോട് ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങൾ സുരക്ഷിതത്വം നൽകണം എന്ന് പ്രമേയം നൽകിയിരിക്കുക. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു ഇരട്ടത്താപ്പാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള ആയുധം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആയുധം. അപ്പോൾ അത് നമ്മുടെ ഈമാനികമായ ആവേശത്തിൽ നിന്ന് നമ്മുടെ ഇബാദത്തുകളിൽ മുഴുകിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഫലസ്തീനിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, പള്ളികൾ തകർക്കപ്പെടുന്നു, ഇപ്പം അജ്മീർ തകർക്കപ്പെടാൻ പോകുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നു. ഏതൊക്കെയാണെങ്കിലും ഇസ്ലാമിക സംസ്കാരം നിലനിൽക്കുന്നത് അതൊക്കെ നശിപ്പിക്കപ്പെടാനുള്ള അതിതീവ്രമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജാഗ്രത പാലിക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പടച്ചവനെ സമാധാനത്തോടു കൂടി ശാന്തമായി ഈ ദുനിയാവിൽ ജീവിച്ച് നിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന സാഹചര്യം പടച്ചവനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹുവെ ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് ജനിച്ച നാട്ടിൽ ജീവിക്കാനും ആ ജനിച്ച നാട്ടിൽ പ്രവർത്തിച്ച് മരിച്ചു പോകുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم مقلب القلوب ثبت قلوبنا على دينك، اللهم مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഈ ആഴ്ചകളിൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഈ മഹല്ലുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പോലും നമ്മളിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാരുണ്യവും അവൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.